ഹായ് ഗായ്സ്, ഇന്നതേ നമ്മളിത്ര സന്തോഷപരമായി ഒരുങ്ങി എവിടെയാണ് പോകുന്നതെന്നറിയാമോ? ഇന്ന് നമ്മൾ ആറന്മുള വള്ളസദ്യ കഴിക്കാനായിട്ട് പോവുകയാണ്. പത്തനംതിട്ടക്കാരി എന്നുള്ളൊരു അഹങ്കാരം ഈ കാര്യത്തിൽ എനിക്കുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ അവിടുന്ന് ആനകൾ ഇറങ്ങുന്നു. എനിക്ക് തോന്നുന്നു എന്തോ പൂജയുടെ ഭാഗമായി അവരിറങ്ങുന്ന കാഴ്ച കാണാൻ എന്തായാലും ഭാഗ്യം കിട്ടി. അങ്ങനെ ദൈവത്തിനെ കാണാൻ തൃക്കൈവെണ്ണയും മധുരവുമായി നമ്മൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതു. വള്ളസദ്യയുടെ ഐതിഹ്യം എനിക്കറിയില്ല കേട്ടോ. പള്ളിയോണത്തിൽ വരുന്ന വള്ളക്കാരെ നമ്മൾ സ്വീകരിച്ച് പാട്ടോടുകൂടി അകത്ത് കൊണ്ടുവരും. അതിന് അവർ വന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ തിരുവാറന്മുള അപ്പന് ചുറ്റും ഒരു വലം വെച്ച് ഇവിടെ കൊണ്ടുവന്ന് പ്രസാദം സമർപ്പിക്കും. ഇനിയാണ് നമ്മുടെ ഏറ്റവും മെയിൻ കാര്യം, ആറന്മുള വള്ളസദ്യയിലേക്ക് കടക്കുന്നത്. ആറന്മുള വള്ളസദ്യയെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. കേരളത്തിലെ തന്നെ ഏറ്റവും വിഭവസമൃദ്ധമായ സദ്യകളിൽ ഒന്നാണിത്. നമ്മളങ്ങനെ സന്തോഷപരമായ സദ്യ കഴിക്കാൻ വന്നിരിക്കുന്നു. നല്ല പായസവും പഴവും ഒക്കെ കൂട്ടി നമ്മൾ സദ്യ കഴിച്ചു. പിന്നെ ഒരു തരം പായസമൊന്നും അല്ല കേട്ടോ, 5 തരം പായസമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നല്ല സദ്യയൊക്കെ കഴിച്ച് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.